ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഡെസേർട്ടാണ്. ബ്രെഡ് വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് കൂടിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 10-15 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു 15 പീസ് അടുക്കെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണോ അത്ര അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സൈഡ് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ആ ഒരു സൈഡ് കട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഒരു കളറൊക്കെ ഒരു ഭംഗിയായിട്ട് കിട്ടുന്നുള്ളതുകൊണ്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വൈറ്റ് കളറിൽ കിട്ടുന്നുള്ളതുകൊണ്ട് അപ്പോൾ അല്ലാതെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ബാക്കി വന്ന ബ്രെഡ് നമുക്കൊന്ന് ഒരു പാത്രത്തിൽ മാറ്റി വെക്കാം. ബ്രെഡ് ക്രംസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എല്ലാ ബ്രെഡും ഇവിടെ ഞാൻ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്കത് ഡയറക്റ്റായിട്ട് അത് കുതിർത്തി പാൽ വെച്ച് ഇതാക്കിയാലും മതി. പൊടിച്ചെടുക്കുമ്പോൾ ഒന്നുകൂടെ ഈസിയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് പാലാണ്. അപ്പോൾ അത് കുറച്ച് ഒരു അരക്കപ്പ് എടുത്തിട്ട് ഞാനത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ച് എടുത്തിട്ട് നമുക്കൊന്ന് നനച്ച് കൊടുക്കാം. പുട്ടിനൊക്കെ നനച്ച് കൊടുക്കുന്ന പോലെ. നമുക്കതൊരു ടൈറ്റായിന്ന് തോന്നിയാൽ നിർത്താം. ഒരുപാട് പാൽ അതുകൊണ്ട് ആദ്യം തന്നെ ഒഴിക്കണ്ട. നമുക്കൊന്ന് ഒരു പിടിക്കാൻ പറ്റുന്നുള്ള ഒരു പാകത്തിന് ഇങ്ങനെ ഒരു പാകമായിട്ടുണ്ടെങ്കിൽ നമുക്ക് നിർത്താം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കത് ഒന്ന് ഉരുളകളാക്കിയിട്ട് എടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആവും. ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. നമുക്ക് ഓരോ ഉരുള എടുത്തിട്ട് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടി നമുക്കൊരു ബോൾ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഒരു ഷേപ്പിൽ നമുക്കറിയാമല്ലോ, ഒരു ഷേപ്പിൽ കൈ വെച്ച് നന്നായിട്ടൊന്ന് ഇതാക്കി നല്ല രീതിയിൽ ആക്കിയെടുക്കാം. ഇതിൽ ക്രാക്സ് ഒന്നും ഇല്ലാതെ ആക്കുകയാണ് ഏറ്റവും നല്ലത്. നല്ല വൃത്തിയായിട്ട് കിട്ടും. നമുക്കെല്ലാതും ഇതേപോലെ ഇവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഒരു 12-13 എണ്ണം ഉണ്ടാവും ഈ ഒരു അളവിന്. നമുക്ക് ചട്ടി ഒന്ന് ചൂടാൻ വെക്കാം. അപ്പോൾ നമുക്കതിന് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ട് വരുമ്പോൾ. ഇനി ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കരുത്. നമ്മൾ ആദ്യം ഒന്ന് ചൂടായതിന് ശേഷം ഒന്നൊരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ പുറം പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളിങ്ങനെ ഒരു വേവാത്ത പോലെ ഉണ്ടാവും. പിന്നെ ഇത് ഒരുപാട് വേവാനില്ല, എന്നാലും ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോഴും ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു 5-6 ഒരു ടൈമിൽ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഒരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് കളറൊന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഒരുപാട് ആക്കിയിട്ടുണ്ടെങ്കിൽ നന്നായി കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു കളറിലൊക്കെ നമുക്കത് എടുക്കാം. ഇത് എല്ലാം ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നമുക്കിത് കോരിയെടുക്കാം. ഈ ഒരു കളറ് മതി. ഇതാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ്. നമുക്കെല്ലാം ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിലാണ് കളറിലാണുള്ളത്. നമുക്കിതിന് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഇത് ഫ്രൈ ചെയ്യുന്നതിനൊപ്പം തന്നെ ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ടാണ് ചെയ്തത്. ഒപ്പം തന്നെ ചെയ്യുകയാണെങ്കിൽ ആ ചൂട് കൊടുക്കാൻ അങ്ങനെ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് തന്നെ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4-5 ഏലക്കായ ഒന്ന് ചതച്ചിട്ടൊന്ന് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് തിളച്ച് വന്നാൽ മതി. തിളച്ചിട്ടൊരു 5 മിനിറ്റൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരുപാട് തിളച്ച് കുറുകൊന്നും വേണ്ട. ഇപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഈ ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത ഇട്ട് കൊടുക്കാം. ബോൾസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കത് അടച്ച് വെക്കാം കുറച്ച് നേരം.
അപ്പോൾ ഒന്ന് ചൂടാറിന് ശേഷം ഞാനതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു അരമണിക്കൂറിന് ശേഷം, നിങ്ങൾക്ക് ഒരു അരമണിക്കൂറിന് ശേഷം വേണമെങ്കിൽ എടുക്കാം. ഒരു 2-3 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ സോഫ്റ്റ് ആവും. ഓവർനൈറ്റ് വെച്ചാൽ ഒരുപാട് സോഫ്റ്റ് ആവും. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ട് കൂടിയാണിത്. നമുക്കൊരു ഡെസേർട്ടൊക്കെ കഴിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ കുറേ ടൈം കഴിഞ്ഞിട്ടാണ് തുറന്ന് നോക്കുന്നത്. ഒരു 2-4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഒന്നും കൂടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാൻ നല്ലതാണ്. പിന്നെ നമ്മുടെ നോർമൽ ഗുലാബ് ജാമുനെ അപേക്ഷിച്ച് കുറച്ചൊരു ടേസ്റ്റ് വ്യത്യാസമാവും, ബ്രെഡാണല്ലോ. എന്നാലും നല്ലതാണ്. നമുക്ക് പെട്ടെന്നൊരു ഡെസേർട്ടൊക്കെ കഴിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതൊന്ന് ഇതിലിങ്ങനെ സോക്ക് ചെയ്തിട്ട് വയ്ക്കുന്ന സമയം മാത്രമാണ് കുറച്ചുള്ളൂ. ബാക്കിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് ഇത്. ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഡെസേർട്ടൊക്കെ കഴിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.